ഹായ് ഫ്രണ്ട്സ്, കാറ്റിൻ്റെ ഉറവിടം തേടി എന്ന് പറയുന്ന 10ാം ക്ലാസ്സിലെ ഒരു SCRT ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ഒരുപാട് ചോദ്യങ്ങൾ ഈ ഒരു മേഖലയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കാറ്റിൻ്റെ ഉറവിടം തേടി 1497 ജൂലൈ 8 ലിസ്ബൺ തുറമുഖത്ത് നിന്ന് 4 പായ്ക്കപ്പലുകളായി 170 പേരടങ്ങുന്ന സംഘത്തെ നയിച്ചുകൊണ്ട് വാസ്കോഡ ഗാമ യാത്ര തിരിച്ചു. ഒരു രാജ്യം തേടിയുള്ള എക്കാലത്തെയും വലിയ സമുദ്രയാത്രയായിരുന്നു അത്. ലിസ്ബണിൽ നിന്ന് പുറപ്പെട്ട ബ്രസീലിൻ്റെ തീരത്തെത്തി. തുടർന്ന് തെക്കു കിഴക്കോട്ട് പിന്നെ തുണയായത് തൻ്റെ മുൻഗാമിയായ ബർത്തലോമിയോ ഡയസ് കണ്ടെത്തിയ കാറ്റുകളായിരുന്നു. അവ അദ്ദേഹത്തെ ആഫ്രിക്കയുടെ തെക്കേ തീരത്തെത്തിച്ചു. എന്നാൽ പ്രാദേശിക ഭരണകൂടവുമായുണ്ടായ എതിർപ്പിനെ തുടർന്ന് ഗാമ അവിടം വിട്ടു. തുടർന്ന് വടക്കോട്ട് മമ്പാസയും കടന്ന് മലിന്തി തുറമുഖത്ത് ഇന്ത്യൻ കച്ചവടക്കാരുടെ സാന്നിധ്യം ശ്രദ്ധിച്ച അദ്ദേഹം ഒരു പ്രാദേശിക നാവികൻ്റെ സഹായം തേടി. അവിടെ നിന്ന് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളുടെ സഹായത്തോടെ 1498 ഏപ്രിൽ 24 പുറപ്പെട്ട വാസ്കോഡ ഗാമ 23 ദിവസം കൊണ്ട് മെയ് 20 കോഴിക്കോടിനടുത്ത് കാപ്പാട് തുറമുഖത്ത് എത്തിച്ചേർന്നു. എന്നാൽ വിദഗ്ധരുടെ ഉപദേശം വകവയ്ക്കാതെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്തെ തന്നെ തിരിച്ചു പോകാൻ ശ്രമിച്ച അദ്ദേഹം ഏറെ പ്രയാസപ്പെട്ടു. തിരികെ മലിന്തിയിലെത്താൻ വാസ്കോഡ ഗാമയ്ക്ക് 132 ദിവസങ്ങൾ വേണ്ടി വന്നു. അപ്പോൾ ഇവിടെ വാസ്കോഡ ഗാമയുടെ ആ ഒരു വരവ് ആണ് പറഞ്ഞത്. നമുക്കറിയാം 1498 മെയ് 20 അദ്ദേഹം കാപ്പാട് ഒക്കെ വന്നിറങ്ങുകയും വന്നിറങ്ങി അതിനുശേഷം ഇവിടുന്ന് സമുദ്രിയുമായി ബന്ധപ്പെട്ട് ചരക്ക് നീക്കവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഓക്കെ, പിന്നീട് അദ്ദേഹം വൈസ്രോയായിട്ട് അല്ലെങ്കിൽ പോർച്ചുഗീസ് വൈസ്രോയായിട്ട് എത്തുന്ന എപ്പോഴാണ് 1524 രണ്ടാമത് 1502 എത്തിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്കറിയാം. അപ്പോൾ യൂറോപ്പിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടി ഇന്ത്യയിലേക്കുള്ള വഴി കണ്ടെത്താൻ വാസ്കോഡ ഗാമ എന്ന നാവികന് തുണയായത് കാറ്റുകളും പിന്നെ അടങ്ങാത്ത ആത്മവിശ്വാസം മാത്രമായിരുന്നു. അപ്പോൾ കാറ്റുകളുടെ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. അടങ്ങാത്ത ആത്മവിശ്വാസം കാറ്റുകളുമായിരുന്നു. നമ്മുടെ നാടിൻ്റെ ചരിത്രഗതിയെ തന്നെ മാറ്റിമറിച്ച ആ സമുദ്രയാത്രയിൽ കാറ്റുകളുടെ പങ്ക് എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ എന്താണ് കാറ്റ്, എങ്ങനെയാണ് രൂപം കൊള്ളുന്നത് എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കുന്നത്. നോക്കുക, അന്തരീക്ഷവായു ചെലുത്തുന്ന ഭാരമാണ് അന്തരീക്ഷമർദ്ദം, അല്ലേ? അന്തരീക്ഷവായു ചെലുത്തുന്ന ഭാരമാണ് അന്തരീക്ഷമർദ്ദമെന്നും അത് അന്തരീക്ഷമർദ്ദത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് കാറ്റുകൾ അടിസ്ഥാന കാരണം എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ വ്യതിയാനങ്ങൾ എന്തുകൊണ്ടെന്നും അതിന് ഫലങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. അന്തരീക്ഷമർദ്ദത്തിലെ വ്യതിയാനങ്ങൾ ചതുരശ്ര സെൻറ്റിമീറ്ററിന് 1034 മില്ലിഗ്രാം എന്ന തോതിൽ ഭൗമോപരിതലത്തിൽ വായു ചെലുത്തുന്ന ശരാശരി ഭാരം. അപ്പോൾ ചതുരശ്ര സെൻറ്റിമീറ്ററിന് 1034 മില്ലിഗ്രാം എന്ന തോതിൽ ഭൗമോപരിതലത്തിൽ വായു ചെലുത്തുന്ന ശരാശരി ഭാരം. രസബാരോമീറ്റർ, അതായത് മെർക്കുറി ബാരോമീറ്റർ എന്ന ഉപകരണം ഉപയോഗിച്ചാണ് അന്തരീക്ഷമർദ്ദം അളക്കുന്നത്. മില്ലിബാർ, ഹെക്ടോപാസ്കൽ എന്നീ ഏകകങ്ങളിലാണ് ഇത് രേഖപ്പെടുത്തുന്നത്. ശരാശരി അന്തരീക്ഷമർദ്ദത്തിൽ രസത്തിൻ്റെ നിരപ്പ് അത് നിറച്ചുള്ള സ്ഫടിക കുഴലിൽ 76 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോഴത്തെ അന്തരീക്ഷമർദ്ദം 1013.2 മില്ലിബാർ അഥവാ 1013.2 ഹെക്ടോ പാസ്കലാണ്. അപ്പോൾ എന്താണ് അന്തരീക്ഷമർദ്ദം അല്ലെങ്കിൽ എന്താണ് കാറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തരീക്ഷമർദ്ദത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് കാറ്റുകൾ. നമുക്കറിയാം അന്തരീക്ഷവായു ചെലുത്തുന്ന ഭാരമാണ് അന്തരീക്ഷമർദ്ദം. അന്തരീക്ഷമർദ്ദത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് കാറ്റുകൾ. ഓക്കെ, ചതുരശ്ര സെൻറ്റിമീറ്ററിന് 1034 മില്ലിഗ്രാം എന്ന തോതിലാണ് ഭൗമോപരിതലത്തിൽ വായു ചെലുത്തുന്ന ശരാശരി ഭാരം. അപ്പോൾ ചതുരശ്ര സെൻറ്റിമീറ്ററിന് 1034 മില്ലിഗ്രാം എന്ന തോതിലാണ് വായു ചെലുത്തുന്ന ഭാരം. ഓക്കെ, ചതുരശ്ര സെൻറ്റിമീറ്ററിന് 1034 മില്ലിഗ്രാം എന്ന തോതിലാണ് ഭൗമോപരിതലത്തിൽ വായു ചെലുത്തുന്ന ശരാശരി ഭാരം എന്ന് പറയുന്നത്. ഇതളക്കുന്നത് മെർക്കുറി ബാരോമീറ്റർ അല്ലെങ്കിൽ രസബാരോമീറ്റർ വെച്ചിട്ടാണ് ഓർത്തിരിക്കുക. ഇനി എന്താ ചിത്രം എയും ബിയും ഒക്കെ നോക്കുക. ഇവിടെ ബി എന്ന് പറഞ്ഞത് കുറച്ച് താഴാണ്, എ എന്ന് പറഞ്ഞത് താഴെയാണ്. അപ്പോൾ ഇവിടെ അന്തരീക്ഷമർദ്ദം കുറവ് എവിടെയായിരിക്കും? എയിലായിരിക്കും കുറേ. കാര്യം അവിടെ വായു അത്രയേ ഉള്ളൂ. വായു മുകളിലേക്ക് പോകുന്നവർ വായു കുറയുന്നു, അപ്പോൾ അവിടെ അന്തരീക്ഷമർദ്ദം കുറയുന്നു. അപ്പോൾ അന്തരീക്ഷമർദ്ദം എന്ന് പറഞ്ഞത് എന്താണ്? ഉയരം കൂടുന്നതനുസരിച്ച് അന്തരീക്ഷമർദ്ദം കുറഞ്ഞു വരുന്നു. അതായത് 10 മീറ്റർ ഉയരത്തിന് 1 മില്ലിബാർ എന്ന് പറയുന്നത് 1 മില്ലിബാർ എന്ന തോതിലാണ് കുറയുന്നത്. 10 മീറ്റർ ഉയരത്തിന് 10 മീറ്റർ ഉയരത്തിന് 1 മില്ലിബാർ. ഇതൊക്കെ ചോദ്യം കേട്ടോ. 10 മീറ്റർ ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ഈ ഒരു സാധ്യം ഒരു ചതുരശ്ര സെൻറ്റിമീറ്ററിൽ 1034 മില്ലിഗ്രാമാണ് അന്തരീക്ഷ വായു ചെലുത്തുന്ന ഭാരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ചതുരശ്ര സെൻറ്റിമീറ്ററിന് 1034 മില്ലിഗ്രാം എന്ന തോതിലാണ് ഭൗമോപരിതലത്തിൽ വായു ചെലുത്തുന്ന ശരാശരി ഭാരം എന്ന് ഓർത്തിരിക്കുക. ഇനി എന്താ പറയാനുള്ളത്? വേറെ ഉയരം കൂടുന്നതനുസരിച്ച് ഓരോ 10 മീറ്ററിനും 10 മീറ്റർ ഉയരത്തിനും 1 മില്ലിബാർ എന്ന തോതിൽ മർദ്ദം കുറയുന്നു. മുകളിലേക്ക് പോകുന്നതോറും വായുവിൻ്റെ അളവ് കുറയുന്നത് കൊണ്ട് വായുമർദ്ദം കുറയുന്നു. അപ്പോൾ മുകളിലേക്ക് നമുക്കറിയാം ഇവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ വായു ഉണ്ടാവുക, അല്ലേ? ഈ പർവ്വതത്തിൻ്റെ മുകളിൽ എ എന്ന് പറയുന്ന പൊസിഷനിൽ എത്തുമ്പോൾ എന്താണ്? അന്തരീക്ഷ മർദ്ദം കുറയുന്നു. കാര്യം അവിടെ വായു ഉണ്ടാവില്ല, അതുകൊണ്ട് മർദ്ദം കുറവാണ്. ഉയരം കൂടുന്നതോറും മർദ്ദം കുറയുന്നു. അപ്പോൾ വിപരീത അനുപാതമാണ്. ഉയരം കൂടുന്നതോറും മർദ്ദം കുറയുന്ന വിപരീത അനുപാതമാണ് എന്ന പോയിന്റ് ഓർത്തിരിക്കുക. അടുത്ത പോയിന്റ്,
എന്താണ് പൊന്മുടി, അതുകൊണ്ട് തന്നെ പൊന്മുടി ഒക്കെ ഊട്ടി, മൂന്നാർ, ബ്രഹ്മഗിരി തുടങ്ങിയ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ ചെവി അടയുന്നതിന് കാരണം എന്താണ്? മർദ്ദത്തിലെ വ്യതിയാനമാണ്. ഉയർന്ന സ്ഥലങ്ങളിൽ വായുമർദ്ദത്തിൽ കുറവാണ് കാരണം. അപ്പോൾ നമുക്ക് ചെവി അടയ്ക്കാറുണ്ട് അല്ലേ? ഉയർന്ന ഈ ചുരമൊക്കെ കയറുന്ന സമയത്ത് നമുക്ക് ചെവി അടയ്ക്കാനുള്ള കാര്യം എന്താണ്? അത് ഈ മർദ്ദം കുറയുന്ന കാരണമാണ്. ഉയരവും അന്തരീക്ഷമർദ്ദവും വിപരീത അനുപാതത്തിലാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിൻ്റാണ്. വായുമർദ്ദത്തെ സ്വാധീനിക്കുന്ന മറ്റു പ്രധാന ഘടകമാണ് പ്രദേശത്തിൻ്റെ ഉയരം എന്ന് പറയുന്നത്. അപ്പോൾ ഉയരം കൂടുന്നതനുസരിച്ച് മർദ്ദം കുറയുന്നു. എന്നാൽ ഉയരം മാത്രമല്ല, താപവും ആർദ്രതയും വായുമർദ്ദത്തെ സ്വാധീനിക്കുന്നുണ്ട്. അതെങ്ങനെയാണ്? എല്ലാം വിപരീത അനുപാതത്തിലാണ് സ്വാധീനിക്കുന്നത് ഓർത്തിരിക്കുക. അപ്പോൾ താപം അന്തരീക്ഷമർദ്ദവും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റെല്ലാ വസ്തുക്കളെ പോലെ തന്നെ വായുവും ചൂടേൽക്കുമ്പോൾ വികസിക്കും. വായു ചൂട് കൊള്ളുമ്പോൾ വികസിക്കുന്നു. വായു വികസിക്കുമ്പോൾ സാന്ദ്രത കുറയുന്നതിനാൽ ഇത് മുകളിലേക്ക് പോകുന്നു. ഇത് വായുമർദ്ദം കുറയാനിടയാക്കും. ഉയർന്നു പോകുന്ന വായു വശങ്ങളിലേക്ക് നീങ്ങുന്നതോടൊപ്പം തണുക്കുകയും വായുവിന് സാന്ദ്രത കൂടുകയും ചെയ്യുന്നു. ഇത് വൻതോതിൽ വായു താഴ്ന്നിറങ്ങുന്നതിന് കാരണമാക്കും. ഇതിൻ്റെ ഫലമായി അന്തരീക്ഷമർദ്ദം കൂടുന്നു. അപ്പോൾ താപം കൂടുമ്പോൾ അന്തരീക്ഷമർദ്ദം കുറയുകയാണ് ചെയ്യുക. അപ്പോൾ ഉയരം കൂടുമ്പോൾ അന്തരീക്ഷമർദ്ദം കുറയുന്നു. താപം കൂടുമ്പോൾ അന്തരീക്ഷമർദ്ദം കുറയുന്നു. താപം കുറയുമ്പോൾ അന്തരീക്ഷമർദ്ദം കൂടുന്നു. താപവും അന്തരീക്ഷമർദ്ദവും വിപരീത അനുപാതത്തിലാണെന്ന് നമുക്ക് ബോധ്യമായി. ഓർത്തിരിക്കുക. അപ്പോൾ രണ്ട് ഫാക്ട്: ഉയരം അന്തരീക്ഷമർദ്ദം വിപരീതാനുപാതം, താപം അന്തരീക്ഷമർദ്ദം വിപരീതാനുപാതം. ഓർത്തിരിക്കുക. ഇനി എന്താ പറയുള്ളത്? ആർദ്രത എന്ന് പറയുന്ന സംഗതി എങ്ങനെയാണ്? ആർദ്രത അന്തരീക്ഷ വായുവിലെ ജലാംശത്തിൻ്റെ അളവാണ് ആർദ്രത. അപ്പോൾ എന്താണ് ആർദ്രത എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്തരീക്ഷ വായുവിലെ ജലാംശത്തിൻ്റെ അളവാണ് ആർദ്രത എന്ന് പറയുന്നത്. നീരാവിക്ക് വായുവിനേക്കാൾ ഭാരം കുറവാണ്. ആ പോയിന്റ് നോട്ട് ചെയ്ത്. ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ ചോദ്യം വരാം. എന്താണ് സാന്ദ്രത എന്ന് പറഞ്ഞാൽ? എന്താ ആർദ്രത എന്ന് പറഞ്ഞാൽ? ആർദ്രത പറഞ്ഞാൽ അന്തരീക്ഷ വായുവിലെ ജലത്തിൻ്റെ അളവ്, അന്തരീക്ഷ വായുവിലെ ജലാംശത്തിൻ്റെ അളവാണ് എന്താ ആർദ്രത എന്ന് പറയുന്നത്. നീരാവി എന്ന് പറയുന്നതിന് വായുവിനേക്കാൾ എന്താ ഭാരം കുറവാണ്. അതുകൊണ്ട് ജലം ബാഷ്പമാകുമ്പോൾ അത് അന്തരീക്ഷ വായുവിലേക്ക് ഉയരുന്നു. ഒരു നിശ്ചിത വ്യാപ്തം വായുവിൽ നീരാവിയുടെ അളവ് കൂടുതലാണെങ്കിൽ സ്വാഭാവികമായും ആ വായുവിൻ്റെ മർദ്ദം കുറവായിരിക്കും. ഓക്കെ, ആർദ്രതയും അന്തരീക്ഷ മർദ്ദവും വിപരീത അനുപാതത്തിലാണ്. അപ്പോൾ 3 കാര്യങ്ങളോട് പറഞ്ഞു. ഒന്ന്, ഉയരം കൂടുമ്പോൾ അന്തരീക്ഷ മർദ്ദം കുറയുന്നു. അതുപോലെ തന്നെ താപം കൂടുമ്പോൾ അന്തരീക്ഷ മർദ്ദം കുറയുന്നു. ആർദ്രത കൂടുമ്പോൾ അന്തരീക്ഷ മർദ്ദം കുറയുന്നു. 3നും വിപരീത അനുപാതമാണ്. ഓർത്തിരിക്കുക. അപ്പോൾ ഭൂപ്രദേശത്തിൻ്റെ ഉയരം, അന്തരീക്ഷത്തിലെ ആർദ്രത, അനുഭവപ്പെടുന്ന താപം എന്നിവ അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്നത് എങ്ങനെയാണ്? വിപരീത അനുപാതത്തിലാണെന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി. ഓക്കെ, ക്ലിയർ ആണ്. ഇനി എന്താ ഇവിടെ നോക്ക് സമതാപരേഖകളെക്കുറിച്ച് നിങ്ങൾ മുൻ ക്ലാസ്. അപ്പോൾ ഒരേ ടെമ്പറേച്ചർ മേഖലകൾ പറയുന്നതാണ് സമതാപ മേഖലകൾ. അതുപോലെ തന്നെ ഒരേ മർദ്ദമുള്ള മേഖലകളുണ്ട്, ഒരേ മർദ്ദമുള്ള മേഖലയുണ്ട്. ഓക്കെ, അങ്ങനെ എന്താണ് സാങ്കല്പിക രേഖകൾ, സമമർദ്ദരേഖകൾ. എന്താണ് സമതാപരേഖകളെക്കുറിച്ച് നിങ്ങൾ മുൻ ക്ലാസ്സിൽ പഠിച്ച പോലെ, അതുപോലെ ഒരേ അന്തരീക്ഷ മർദ്ദമുള്ള മേഖലകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്നതാണ് സമമർദ്ദരേഖ അല്ലെങ്കിൽ ഐസോബാർ എന്ന് പറയുന്നത്. മറ്റേത് ഐസോതേം, ഇത് ഐസോബാർ എന്ന് പറയുന്നത്. ഐസോബാർ ഓർത്തിരിക്കുക. ഐസോബാർ. ഓക്കെ, അടുത്ത് എന്താ പറയുള്ളത്? ഇവിടെ നോക്ക്, ഇതാണ് ആഗോള മർദ്ദ മേഖലകൾ. നമ്മുടെ ഒരു ഗ്ലോബ് എടുക്കുകയാണെങ്കിൽ ഇവിടെ നോക്ക്, ഇവിടെ ഭൂമധ്യരേഖ 0 ഡിഗ്രി ഭൂമധ്യരേഖ എന്ന് പറഞ്ഞ സംഗതി, അത് ഭൂമധ്യരേഖ ന്യൂനമർദ്ദമാണ്. കാര്യം എന്താണ്? അവിടെ ഭൂമധ്യരേഖയിൽ ചൂട് വളരെ കൂടുതലാണ്. കാര്യം ഇക്വേറ്ററിലേക്ക് ഡയറക്റ്റായിട്ട് സൺലൈറ്റ് അടിക്കുന്ന കാരണം അവിടെ ചൂട് കൂടുമ്പോൾ താപം കൂടുമ്പോൾ അന്തരീക്ഷമർദ്ദം കുറയുന്നു. അതുകൊണ്ട് അത് ന്യൂനമർദ്ദമാണ്. ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ്. ഇനി 30 ഡിഗ്രി അക്ഷാംശത്തിന് മുകളിലേക്ക് പോകുമ്പോൾ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ്. വീണ്ടും നമ്മൾ മുകളിലോട്ട് പോകുമ്പോൾ 60 ഡിഗ്രി എന്താണ്? ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖലയാണ്. ഇനി മുകളിലേക്ക് പോകുന്തോറും എന്താണ്? അവിടെ തണുപ്പ് കൂടുമ്പോൾ അന്തരീക്ഷ മർദ്ദം കൂടും. അവിടെ ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയാണ്. ഓർത്തിരിക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ആഗോള മർദ്ദ മേഖലകൾ. ഇങ്ങനെയൊക്കെയാണ്. എന്താണ്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ഓക്കെ, കാര്യം ചൂട് കൂടുമ്പോൾ മർദ്ദം കുറയുന്നു. ഓർത്തു കഴിഞ്ഞാൽ ഇവിടെ എന്തുകൊണ്ട് ചൂട് കൂടി? ഓക്കെ, കാര്യം സൂര്യപ്രകാശം നേരിട്ട് അടയ്ക്കുന്നു. അതുകൊണ്ട് അവിടെ തന്നെ ന്യൂനമർദ്ദം. മധ്യരേഖ ന്യൂനമർദ്ദ മേഖല, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖല, ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. ഓർത്തിരിക്കുക. ഇനി എന്താ പറയുള്ളത്? വ്യത്യാസത്തിനനുസരിച്ച് ഒരേ പ്രദേശത്ത് തന്നെ അന്തരീക്ഷ മർദ്ദത്തിൽ വ്യത്യാസങ്ങളുണ്ടാകാം. ഓക്കെ, ഇനി ആഗോള മർദ്ദ മേഖല, ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്. ചില അക്ഷാംശങ്ങൾക്കിടയിൽ അന്തരീക്ഷ മർദ്ദം ഏറെക്കുറെ ഒരുപോലെയാണെന്ന് നമ്മൾ മനസ്സിലായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൗമോപരിതലത്തെ നമുക്ക് വിവിധ മേഖലകളാക്കി മർദ്ദ മേഖലകൾ തിരിക്കാം. അതാണ് എന്തൊക്കെയാണ്? ഭൂമധ്യരേഖ 0 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ, മുകളിലും താഴോട്ടും എന്താണ്? ഓക്കെ, അത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. ഇനി 38 to 60 അതാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ആ 30 ഡിഗ്രിയുടെ ചുറ്റും അതിൻ്റെ മുകളിലാണ് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല. അതിൻ്റെ മുകളിലാണ് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. ഇനി മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷം മുഴുവൻ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന മേഖലയാണിത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ചൂട് കൂടുതലായിരിക്കും. സൂര്യൻ്റെ ചൂടേറ്റ് വായു വികസിക്കുകയും വൻതോതിൽ ഉയരുകയും ചെയ്യുന്നു. ഈ മേഖലയിലുടനീളം ന്യൂനമർദ്ദമാണ് അനുഭവപ്പെടുക. ഇവിടെ ഈ ഇക്വേറ്ററിന് ചുറ്റും അല്ലെങ്കിൽ 0 ഡിഗ്രി അക്ഷാംശത്തിന് ചുറ്റും ഫുള്ളും എന്താണ്? ന്യൂനമർദ്ദമായിരിക്കും എന്ന് ഓർത്തിരിക്കുക. ന്യൂനമർദ്ദം. അപ്പോൾ കാറ്റ് എപ്പോഴും എവിടുന്നാണ്? ഉച്ചമർദ്ദത്തിൽ ന്യൂനമർദ്ദത്തിലേക്ക് വീശുക. അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി മധ്യരേഖയ്ക്ക് തെക്ക് 5 ഡിഗ്രി മുതൽ 5 ഡിഗ്രി വരെ അക്ഷാംശങ്ങളിൽ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. അതാണ് മധ്യരേഖ തെക്ക് 5 ഡിഗ്രി. ഇവിടേക്ക് മുകളിലേക്ക് 5, താത്തിക്ക്
5 ആണെങ്കിൽ അതാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്ന് പറയുന്നത്. വായു വൻതോതിൽ മുകളിലേക്ക് ഉയർന്നു പോകുന്നു എന്നതുകൊണ്ട് തന്നെ ഇവിടെ കാറ്റുകൾ തീരെ ദുർബലമാണ്. കാറ്റുകളില്ലാത്ത മേഖല എന്ന അർത്ഥത്തിൽ നിർവാത മേഖല അല്ലെങ്കിൽ ഡോൾഡ്രം എന്നും ഈ മർദ്ദമേഖലയെ വിശേഷിപ്പിക്കുന്നു. 2 പായ്ക്കപ്പലുകൾ സഞ്ചരിക്കുന്ന യാത്രികർക്ക് ഇവിടെ പേടിസ്വപ്നമായിരുന്നു. ഓക്കെ, ഇനി എന്താണ് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലേക്ക് പോയി വരുന്ന പഴയകാല ചരക്ക് കപ്പലുകളിൽ ഒരു പ്രധാന കയറ്റുമതി ഇനമായിരുന്നു മുന്തിയിനം കുതിരകൾ. ഓക്കെ, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകൾ. ഓക്കെ, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ എന്താണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ കാറ്റുകൾ ദുർബലമായതിനാൽ പായ്ക്കപ്പലുകൾ സുഗമമായി സഞ്ചരിക്കാനാകാത്ത സാഹചര്യം ഉണ്ടാകും. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ എന്താണ് കാറ്റുകൾ ദുർബലമായതിനാൽ പായ്ക്കപ്പലുകൾക്ക് സുഗമമായി സഞ്ചരിക്കാനാകാത്ത സാഹചര്യം ഉണ്ടാകും. ഓക്കെ, അങ്ങനെ കപ്പലിൻ്റെ ഭാരം കുറയ്ക്കാൻ വേണ്ടി, സഞ്ചാരം എളുപ്പമാക്കാൻ വേണ്ടി ഈ കുതിരകളിൽ പലതിലും കടൽ ഉപേക്ഷിക്കും. അങ്ങനെയുള്ള ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ് കുതിരാക്ഷാംശം. അപ്പോൾ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല ഈ ഒരു മേഖലയെ പറഞ്ഞു വരുന്നത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിലെ അതിനെ പറഞ്ഞത് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഈ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് കുതിരാക്ഷാംശം എന്ന് പറയുന്നത് 30 ഡിഗ്രി അവിടെ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, അതാണ് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്നറിയപ്പെടുന്നത്. ഓർത്തിരിക്കുക. എന്താ പറയാനുള്ളത്? ഓക്കെ, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല മധ്യരേഖ പ്രദേശത്ത് നിന്നും ചൂടുപിടിച്ച വായു ക്രമേണ തണുത്ത് ഭൂഭ്രമണത്തിൻ്റെ സ്വാധീനത്താൽ ഉപോഷ്ണ മേഖലയിൽ എത്തുമ്പോഴാണ് താഴുന്നത്. ഈ മേഖലയിലുടനീളം ഓക്കെ ഉച്ചമർദ്ദം അനുഭവപ്പെടുന്നതിന് കാരണം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല എന്ന് പറഞ്ഞാൽ ചിത്രം 2.5 നമുക്ക് മനസ്സിലാക്കാം. ധ്രുവത്തിനോട് ഏറെ അടുത്തതിനാൽ ഈ മേഖലയിൽ വായുവിന് തണുപ്പ് ഏറെയാണ്. തണുത്ത വായു ഭൂമിയോട് ചേർന്ന് നിലകൊള്ളുമ്പോൾ ഭൂമിയുടെ ഭ്രമണം മൂലം ഈ വായു ശക്തമായി ചുഴറ്റിയെറിയപ്പെടുന്നു. ഇതുമൂലം ഉപദ്രവീയ മേഖലയിലേക്ക് ന്യൂനമർദ്ദം അനുഭവപ്പെടുന്നു. ന്യൂനമർദ്ദമാണ് അവിടെ ഉണ്ടാവുക. ഓക്കെ, ഇനി ധ്രുവീയ ഉച്ചമർദ്ദ മേഖല എന്ന് പറയുന്നത് വർഷം മുഴുവൻ കൊടും തണുപ്പായതിനാൽ ധ്രുവങ്ങളിൽ അതികഠിനമായ തണുപ്പിൽ അവിടുത്തെ വായു തണുക്കുന്നതിനാൽ ഈ മേഖല ഉച്ചമർദ്ദമായിരിക്കും. ഓക്കെ, ഇനി ഭൂമിയിലെ മർദ്ദമേഖലകളുടെ വിതരണക്രമം ബോധ്യപ്പെട്ടല്ലോ. സൗരോർജ്ജ ലഭ്യതയിലെ ഏറ്റക്കുറച്ചിലുകളും ഭൂമിയുടെ ഭ്രമണവുമാണ് വിവിധ മർദ്ദം. അപ്പോൾ എന്താണ് സൗരോർജ്ജത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ? സൗരോർജ്ജ ലഭ്യതയിലെ ഏറ്റക്കുറച്ചിലുകളും ഭൂമിയുടെ ഭ്രമണം എന്ന് പറഞ്ഞാൽ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നതാണ് ഭ്രമണം. ഓക്കെ, സൂര്യനെ വലം വയ്ക്കുന്നതാണ് പരിക്രമണം. അപ്പോൾ ഭ്രമണം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറാണ് ഭ്രമണത്തിൻ്റെ സമയം നമുക്കറിയാം. അപ്പോൾ സൗരോർജ്ജ മേഖലയിലെ സൗരോർജ്ജ ലഭ്യതയിലെ ഏറ്റക്കുറച്ചിലുകളും ഭൂമിയുടെ ഭ്രമണവുമാണ് വിവിധ മർദ്ദമേഖലകളുടെ രൂപീകരണത്തിന് അടിസ്ഥാനം. സൂര്യൻ്റെ അയനത്തിന് അനുസൃതമായി മർദ്ദമേഖലകൾ സ്ഥാനമാറ്റമുണ്ടാകുന്നു. ഉത്തരായന കാലത്ത് മർദ്ദമേഖലകൾ വടക്കോട്ട് നീങ്ങുന്നു, ദക്ഷിണായന കാലത്ത് തെക്കോട്ടും. ഓക്കെ, ഇനി അന്തരീക്ഷമർദ്ദവും കാറ്റും. ആഗോളതലത്തിൽ അന്തരീക്ഷമർദ്ദത്തിലെ ഏറ്റക്കുറച്ചിലുകൾ കാറ്റുകൾ രൂപം കൊള്ളുന്നതിന് കാരണം. അപ്പോൾ ആഗോളതലത്തിൽ അന്തരീക്ഷമർദ്ദം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രഷർ. അന്തരീക്ഷമർദ്ദത്തിലെ ഏറ്റക്കുറച്ചിലുകൾ കാറ്റുകൾ രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നു. ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്ക് വായുവിൻ്റെ തിരച്ചീന ചലനമാണ് കാറ്റുകൾ. അപ്പോൾ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉച്ചമർദ്ദ മേഖല എന്ന് പറയുന്നൊരു മേഖലയുണ്ട് നമുക്കറിയാം. ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖല എന്ന് പറയുന്നൊരു മേഖലയുണ്ട്. അപ്പോൾ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്കുള്ള കാറ്റിൻ്റെ തിരച്ചീന ചലനമാണ് ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്ക് കാറ്റിൻ്റെ തിരച്ചീന ചലനമാണ് തിരച്ചീന ചലനമാണ് കാറ്റുകൾ. ഓക്കെ, സസ്യങ്ങളുടെ ഇലകൾ ഇളകുന്നത് കൊണ്ട് മാത്രം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഇളം കാറ്റുകൾ മുതൽ സർവനാശം വിതയ്ക്കുന്ന കൊടുങ്കാറ്റുകൾ വരെയുള്ള വിവിധ തരം കാറ്റുകളുണ്ട്. അപ്പോൾ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്ക് കാറ്റ് വീശുക എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. ആഗോളതലത്തിൽ അന്തരീക്ഷമർദ്ദത്തിലെ ഏറ്റക്കുറച്ചിലുകൾ കാറ്റുകൾ രൂപം കൊള്ളുന്നതിന് കാരണം വന്നു. അപ്പോൾ ഈ അന്തരീക്ഷമർദ്ദം വ്യതിയാനം ഉണ്ടാവും. ആ വ്യതിയാനം ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയ്ക്ക് കാറ്റ് വീശുക തിരച്ചീന ചലനമാണ്. കാറ്റിൻ്റെ വായുവിൻ്റെ തിരച്ചീന ചലനമാണ് കാറ്റുകൾ. അപ്പോൾ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയ്ക്കുള്ള കാറ്റിൻ്റെ തിരച്ചീന ചലനമാണ് കാറ്റ് എന്ന് പറയുന്നത്. കാറ്റുകൾ പേര് നൽകിയിട്ടുള്ളത് അവ ഏതു ദിശയിൽ നിന്ന് വീശുന്നതിന് അടിസ്ഥാനത്തിലാണ്. ഉദാഹരണമായി തെക്കൻ കാറ്റ് എന്നാൽ തെക്കൻ ദിശയിൽ നിന്ന് വീശുന്ന കാറ്റ് ഉത്ഭവിക്കുന്ന പ്രദേശത്തിൻ്റെ സവിശേഷതകൾ കാറ്റിൻ്റെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നു. കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്ന കാറ്റ് നീരാവിപൂരിതമായിരിക്കും, എന്നാൽ വരണ്ട പ്രദേശത്ത് നിന്ന് വീശുന്ന കാറ്റ് നീരാവിരഹിതമായിരിക്കും. കാറ്റിൻ്റെ വേഗതയും ദിശയും കാറ്റിൻ്റെ വേഗതയും ദിശയും മാനദണ്ഡമാക്കുന്ന മർദ്ദചെരിവ് അല്ലെങ്കിൽ പ്രഷർ ഗ്രേഡിയൻ്റ്, അതുപോലെ തന്നെ കോറിയോളിസിസ് പ്രഭാവം, അതുപോലെ തന്നെ ഘർഷണം. ഈ കാര്യങ്ങളൊക്കെയാണ് കാറ്റിൻ്റെ വേഗതയും ദിശയും. അത് ചോദ്യമാണ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മർദ്ദചെരിവ്, പ്രഷർ ഗ്രേഡിയൻ്റ് അല്ലെങ്കിൽ മർദ്ദചെരിവ് എന്ന് പറയുന്ന സംഗതി, അതുതന്നെ കോറിയോളിസിസ് പ്രഭാവം എന്ന് പറയുന്ന സംഗതി, അതുതന്നെ ഘർഷണം അല്ലെങ്കിൽ ഫ്രിക്ഷൻ എന്ന് പറയുന്ന സംഗതിയൊക്കെ ഇതിന് കാരണമാകുന്നുണ്ട്. ഇതിന് കാരണമാകുന്നുണ്ട്. അങ്ങനെ മർദ്ദചെരിവ്, കോറിയോളിസിസ് പ്രഭാവം, അതുതന്നെ ഘർഷണം എന്നിവ ഇതിന് കാരണമാകുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഓർത്തിരിക്കുക. ഇനി എന്താണ് ഈ മർദ്ദചെരിവ് എന്ന് പറഞ്ഞാൽ? ഭൗമോപരിതലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ അന്തരീക്ഷമർദ്ദം വ്യത്യസ്തമായിരിക്കും. ഇത്തരത്തിൽ തിരച്ചീന ചലനത്തിൽ അനുഭവപ്പെടുന്ന മർദ്ദ വ്യതിയാനത്തെയാണ് മർദ്ദചെരിവ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ തിരച്ചീനത്തിൽ മർദ്ദ വ്യത്യാസം ഏറെയാണെങ്കിലും അവിടെ മർദ്ദചെരിവ് കൂടുതലാണെന്ന് പറയാം. അത്തരം പ്രദേശങ്ങളിൽ കാറ്റിൻ്റെ വേഗതയും കൂടുതലായിരിക്കും. 2 വ്യത്യസ്ത സാഹചര്യങ്ങളിലെ സമ്മർദ്ദരേഖകളുടെ ക്രമങ്ങളാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്, രേഖപ്പെടുത്തിയിട്ടുള്ളത്. ചിത്രത്തിൽ വിശകലനം നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നമുക്ക് കണ്ടെത്താം. അപ്പോൾ മർദ്ദചെരിവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്.
എന്താണ് മർദ്ദച്ചെരിവ്. ഇനി കോറിയോളിസ് പ്രഭാവം എന്ന് പറയുന്നത് എന്താണ്? ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ഭ്രമണം നിമിത്തം ഉത്തരാർദ്ധഗോളത്തിൽ ഓക്കെ, അപ്പോൾ ഭ്രമണം മൂലം ഭൂമി ഭ്രമണം ചെയ്യുന്നുണ്ട്, സ്വന്തം അക്ഷരത്തിൽ കറങ്ങുന്നുണ്ട്, അത് കാരണം ഉത്തരാർദ്ധഗോളത്തിൽ വലത്തോട്ടും ഓക്കെ ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന ഒരു വസ്തു ഭൂമിയുടെ ഭ്രമണം കാരണം ഉത്തരാർദ്ധഗോളത്തിൽ വലത്തോട്ടും സഞ്ചാരദിശയ്ക്ക് വലത്തോട്ടും. അപ്പോൾ ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തു ഭ്രമണം നിമിത്തം ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് ഇടത്തോട്ടും ചലിക്കുന്നു. ഇതിനെ കാരണമാകുന്ന ബലത്തെ കോറിയോളിസ് ബലം എന്ന് വിളിക്കുന്നു. മധ്യരേഖാ പ്രദേശത്ത് നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകും തോറും കോറിയോളിസ് പ്രഭാവം വർദ്ധിച്ചു വരുന്നു. അപ്പോൾ മധ്യരേഖാ പ്രദേശത്ത് നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുമ്പോൾ കോറിയോളിസ് പ്രഭാവം കൂടുകയാണ് ചെയ്യുക, ഓർത്തിരിക്കുക. ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ ചോദ്യം വന്നിട്ടുണ്ട്. മധ്യരേഖാ പ്രദേശത്ത് നിന്ന് ഒക്കെ നമ്മൾ ധ്രുവീയ മേഖലയിലേക്ക് പോകുമ്പോൾ ഈ കോറിയോളിസ് പ്രഭാവം എന്താ ചെയ്യുക? കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, മധ്യരേഖാ പ്രദേശത്ത് നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകും തോറും കോറിയോളിസ് പ്രഭാവം വർദ്ധിക്കുന്നു. കോറിയോളിസ് ബലത്തിൻ്റെ പ്രഭാവത്താൽ ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റുകൾ സഞ്ചാരദിശയ്ക്ക് വലത്തോട്ടാണ് പോവുക. അപ്പോൾ എന്താണ്? ഭൂമി നമുക്കറിയാം ഒരു അച്ചുതണ്ടിൽ ഭ്രമണം ചെയ്യുന്നുണ്ട്, ഇങ്ങനെ സ്വന്തം ഒക്കെ ചുറ്റുന്നുണ്ട്, ഭ്രമണം ചെയ്യുന്നുണ്ട്. അത് കാരണം സ്വതന്ത്രമായി ചലിക്കുന്ന ഒരു വസ്തുവിന് ഉത്തരാർദ്ധഗോളത്തിൽ വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ ഇടത്തോട്ടും ചെരിവുണ്ടാവും. അത് ഭൂമധ്യരേഖയിൽ നിന്ന് ഒക്കെ അങ്ങോട്ട് ധ്രുവീയ മേഖലയിലേക്ക് പോകും തോറും അതിൻ്റെ കോറിയോളിസ് പ്രഭാവത്തിൻ്റെ അഫക്റ്റ് കൂടുന്നു. ഓക്കെ, ക്ലിയർ ആണ് വിചാരിക്കുന്നു. ഇനി എന്താണ് പറഞ്ഞത്? ഇനി വലതുദിശയ്ക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയുടെ ഇടത്തേക്കും വ്യതിചലിക്കുന്നു. ഇത് പറഞ്ഞത് അഡ്മിറൽ ഫെറലാണ് എന്ന ശാസ്ത്രജ്ഞൻ കണ്ടെത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അവതരിപ്പിച്ച ഈ നിയമത്തെ ഫെറൽ നിയമം എന്ന് വിശേഷിപ്പിക്കുന്നു. ഇനി എന്താണ് അടുത്തൊരു ഘർഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ സ്വാധീനിക്കുന്ന മർദ്ദച്ചെരിവ്, അതുപോലെ കോറിയോളിസ് പ്രഭാവം, ഘർഷണം. ഇതാണ് കാറ്റിൻ്റെ വേഗത, ദിശ ഇതിനൊക്കെ സ്വാധീനിക്കുന്ന ഘടകം. ഘർഷണം എന്ന് പറഞ്ഞ സംഗതി സമുദ്രോപരിതലം, നിരപ്പായ ഭൂപ്രദേശം എന്നിവിടങ്ങളിൽ ഘർഷണം കുറവായതിനാൽ കാറ്റിന് വേഗം കൂടുതലായിരിക്കും. ഘർഷണം ഇല്ലെങ്കിൽ, അതായത് ഒബ്സ്റ്റക്കിൾസ് ഒന്നുമില്ലെങ്കിൽ കാറ്റ് വേഗത ചലിക്കും. എന്തെങ്കിലും ബിൽഡിങ്ങോ അല്ലെങ്കിൽ മലകളോ അല്ലെങ്കിൽ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഘർഷണം ഉണ്ടാവും. അപ്പോൾ അവിടെ എന്താണ്? കാറ്റിൻ്റെ ദിശ വേഗം കുറവായിരിക്കും, ഓർത്തിരിക്കുക. ഇനി മർദ്ദമേഖലയുടെ കാറ്റുകളും എന്തൊക്കെയാണ്? പലതരത്തിലുള്ള കാറ്റുകളുണ്ട്. അപ്പോൾ ആഗോള തലത്തിൽ വിവിധ അക്ഷാംശ മേഖലകൾ തമ്മിൽ മർദ്ദവ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഈ മർദ്ദവ്യത്യാസങ്ങൾ കാറ്റുകൾ രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നു. ഉച്ചമർദ്ദം അനുഭവപ്പെടുന്ന മേഖലയിൽ നിന്നും ന്യൂനമർദ്ദം അനുഭവപ്പെടുന്ന മേഖലയിലേക്കാണ് കാറ്റ് വീശുന്നത്. അപ്പോൾ ഉച്ചമർദ്ദത്തിൽ നിന്നും ന്യൂനമർദ്ദത്തിലേക്ക് കാറ്റ് വീശുക നമുക്കറിയാം. അപ്പോൾ ഇത് ന്യൂനമർദ്ദമാണ്, ഇത് ഉച്ചമർദ്ദമാണ്, ഇത് ന്യൂനമർദ്ദമാണ്, ഇത് ഉച്ചമർദ്ദമാണ്. അപ്പോൾ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്ക് കാറ്റ് വീശുക. ഓക്കെ, ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് കാറ്റ് വീശുക. അപ്പോൾ ഇവിടെ നോക്കെ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റുകളാണെന്ത്? അതിനെ പറഞ്ഞ വാണിജ്യവാതങ്ങൾ. ഇനി ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റുകളെ അതിനെ പറഞ്ഞ ഓക്കെ, അതാണ് പശ്ചിമവാദങ്ങൾ. അതിനെ പശ്ചിമവാദങ്ങൾ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ വാണിജ്യവാദങ്ങൾ ഇവിടുന്ന് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റാണ് എന്താ? വാണിജ്യവാദങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ആഗോളമർദ്ദ മേഖലയ്ക്കിടയിൽ രൂപപ്പെടുന്ന കാറ്റുകളെ പൊതുവിൽ ആഗോളവാദങ്ങൾ അല്ലെങ്കിൽ പ്ലാനറ്ററി വിൻസ് എന്നറിയപ്പെടുന്നു. ആഗോളവാദങ്ങളുടെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, ധ്രുവീയ പൂർവ്വവാദങ്ങൾ എന്നിങ്ങനെയാണ്. അപ്പോൾ ചിത്രം 2.5 വിവിധ മർദ്ദമേഖലകളെ അക്ഷാംശീയ സ്ഥാനം കാണുന്നുണ്ട്. അപ്പോൾ ആഗോളവാദങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് കണ്ടെത്താം. ഓരോന്നൊന്ന് വിശദമായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ വാണിജ്യവാദങ്ങൾ അല്ലെങ്കിൽ ട്രേഡ് വിൻസ്. ഓക്കെ, ഇരു അർദ്ധഗോളങ്ങളിലെയും ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകൾ ചിത്രീകരിക്കാം. ഇവിടെ നിന്ന് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് നിരന്തരം കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു. ഇവ വാണിജ്യവാദങ്ങൾ എന്നറിയപ്പെടുന്നു. ഉത്തരാർദ്ധഗോളത്തിൽ വടക്ക് കിഴക്ക് ദിശയിൽ നിന്ന് വീശുന്നതിനാൽ ഈ കാറ്റുകളെ വടക്കു കിഴക്കൻ വാണിജ്യവാദങ്ങൾ. അപ്പോൾ വടക്ക് കിഴക്കുന്ന അത് വീശുന്നത്, അതുകൊണ്ട് തന്നെ വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ എന്നാണ് ഇതിനെ പറയുക. ഓക്കെ, വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ എന്നാണ് ഇതിനെ പറയുക. ഈ കാറ്റുകളെ വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ എന്ന് പറയുന്നു. ഓക്കെ, ഇരു അർദ്ധഗോളങ്ങളിൽ നിന്നും വീശുന്ന വാണിജ്യവാദങ്ങൾ സംഗമിക്കുന്ന മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയെ ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് ഓൺ കാര്യം. അവിടെ ഒരു അന്തർ ഉഷ്ണമേഖല സംക്രമിച്ച് അവിടെ കാറ്റുകളൊന്നും ഉണ്ടാവില്ല. അത് ഡോൾഡ്രം മേഖല എന്ന് പറയുന്നത്. ഡോൾഡ്രം മേഖല. അപ്പോൾ നമുക്ക് ഇവിടെ ന്യൂനമർദ്ദ മേഖല ഉണ്ട് വിചാരിക്കുക. ഇതാണ് 0 ഡിഗ്രി. ഓക്കെ, മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടുന്നാണ് കാറ്റ് വീശുന്നത്. ഇവിടുന്നാണ് ഉച്ചമർദ്ദ ഓക്കെ, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഒക്കെ നമ്മുടെ ഭൂമധ്യരേഖയിലേക്കാണ് വീശുന്നത്. അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടും വീശുന്നുണ്ട്. ഈ രണ്ട് കാറ്റുകളും ഇവിടെ കടന്നിട്ട് അത് ഡോൾഡ്രം ചെയ്യും. അല്ലെങ്കിൽ ഇതാണ് ITCZ. ഈ ഒരു മേഖലയാണ് ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ. ആ ഭൂമധ്യരേഖയ്ക്ക് ചുറ്റുമുള്ള ആ മേഖലയെ പറഞ്ഞ ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ എന്ന് പറയുന്നത് ഓർത്തിരിക്കുക. അപ്പോൾ വർഷം മുഴുവൻ ഒരു ദിശയിൽ വീശുന്ന വാണിജ്യവാദങ്ങൾ പഴയകാലത്തെ പായ്ക്കപ്പലുകളും മറ്റുമായി കച്ചവട സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് വലിയ സഹായകമായിരുന്നു. സമുദ്ര വാണിജ്യത്തെ സഹായിക്കുന്നതിനാണ് ഇവയെ വാണിജ്യവാദങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സമുദ്ര വാണിജ്യത്തിന് സഹായിക്കുന്നതുകൊണ്ടാണ് ഇവയെ വാണിജ്യവാദങ്ങൾ എന്ന് പറയുന്നത്. ജർമ്മൻ ഭാഷയിൽ ട്രഡൻ എന്ന പദത്തിൽ ഒരേ ദിശയിൽ വീശുന്ന കാറ്റ്. ഓക്കെ, മെയിൻറ്റെയിനിങ് കോൺസ്റ്റന്റ് ഡയറക്ഷൻ എന്നാണ് ട്രഡൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ക്ലിയർ ആണ്.
ഇനി പശ്ചിമോത്തങ്ങൾ അല്ലെങ്കിൽ വെസ്റ്റേളൈസ് ഇവിടെ നിന്നാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റാണത്. ഓക്കെ, അപ്പോൾ ഈ അർദ്ധഗോളങ്ങളിലെയും ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല ഇരു അർദ്ധഗോളങ്ങളിലെയും ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ധ്രുവീയ ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റുകളാണത്. അപ്പോൾ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഈ മേഖലകളിൽ നിന്നും നിരന്തരം കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു. കാറ്റിൻ്റെ ദിശ ഏറെക്കുറെ പടിഞ്ഞാറ് നിന്നായതുകൊണ്ട് ഇവയെ വെസ്റ്റേർലൈസ്, പടിഞ്ഞാറ് നിന്നത് വീശുക. എവിടെ ഉത്തരാർദ്ധഗോളത്തിൽ പടിഞ്ഞാറ് നിന്നാണ് വീശുക, പടിഞ്ഞാറ് നിന്നാണ് വീശുന്നത്. ഓക്കെ, പടിഞ്ഞാറ് നിന്നാണ് വീശുന്നത്. നോക്കേ, ഇതുണ്ടോ, പടിഞ്ഞാറ് നിന്ന് വീശി ഇത് എവിടേക്കാണ് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയ്ക്ക്. ഇതാണ് വെസ്റ്റേർലൈസ് എന്ന് പറയുന്നത്. വെസ്റ്റേർലൈസ് ഇവിടെ നിന്ന് ഇവിടെ ഇത് ഈസ്റ്റർലൈസ്, ഈസ്റ്റിലേക്കാണ് വീശുന്നത്, അതുകൊണ്ട് ഈസ്റ്റർലൈസ്. ഓക്കെ, ദക്ഷിണാർദ്ധഗോളത്തിൽ പശ്ചിമവാദങ്ങളുടെ ശക്തി ഉത്തരാർദ്ധഗോളത്തിനേക്കാൾ കൂടുതലാണ്. ഇത് പശ്ചിമവാദങ്ങൾ, മറ്റേ വാണിജ്യവാദങ്ങളല്ല, പശ്ചിമവാദത്തിന് കുറച്ചും കൂടി ശക്തി കൂടും. ഇവിടെ ഉത്തരാർദ്ധഗോളത്തിൽ ദക്ഷിണാർദ്ധഗോളത്തിൽ. കാര്യം എന്താണ്, അവിടെ അതൊരു കുറച്ചും കൂടിയും ഒഴിഞ്ഞ മറ്റേ ഇതാണ്, കടലാണ് അവിടെ ഉള്ളത്, കടൽ. അപ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിൽ പശ്ചിമവാദങ്ങളുടെ ശക്തി ഉത്തരാർദ്ധഗോളത്തിനേക്കാൾ കൂടുതലാണ്. കാര്യം എന്താണ്, നോക്കേ, ഇതിന് മുകളിൽ ഉത്തരാർദ്ധഗോളം, ഇത് ദക്ഷിണാർദ്ധഗോളം. ഈ ദക്ഷിണാർദ്ധഗോളത്തിലെ മറ്റേ വല്ലാത്ത കോൺഫിഡൻസ് ഒന്നുമില്ല, കുറേ കടലാണ്. അപ്പോൾ ഇവിടെ ഈ പശ്ചിമവാദങ്ങൾക്ക് എന്താണ്, സ്പീഡ് കൂടുതലാണ് അല്ലെങ്കിൽ ശക്തി കൂടുതലാണ്. ഇവിടെ ഉത്തരാർദ്ധഗോളത്തിനേക്കാൾ ദക്ഷിണാർദ്ധഗോളം താഴെ ദക്ഷിണാർദ്ധഗോളത്തിൽ ശക്തി കൂടുതലാണെന്നാണ് പറയുന്നത്. ദക്ഷിണാർദ്ധഗോളത്തിൽ പശ്ചിമവാദങ്ങൾക്ക് ശക്തി ഉത്തരാർദ്ധഗോളത്തിനേക്കാൾ കൂടുതലാണ്. ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറിയ പങ്കും സമുദ്രമായതിനാൽ കാറ്റുകളുടെ വേഗം കൂടുതലായിരിക്കും. ഈ അധ്യായത്തിലെ ആദ്യ ഭാഗത്ത് വാസ്കോ ഡ ഗാമയുടെ യാത്രാമാർഗം വിശദീകരിച്ചല്ലോ. ബ്രസീലിൽ നിന്നും ദക്ഷിണ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ദക്ഷിണാഫ്രിക്കയിലെത്താൻ ഗാമയെ സഹായിച്ചത് പശ്ചിമവാദങ്ങളായിരുന്നു. ഓക്കെ, ഇനി എന്താ പറയുന്നത്, ദക്ഷിണാർദ്ധഗോളത്തിൽ വിശാലമായ സമുദ്രത്തിലൂടെ ആഞ്ഞു വീശുന്ന പശ്ചിമവാദങ്ങളെ നമ്മൾ റോറിംഗ് 40s, ഫ്യൂരിയസ് 50s, ഷ്രീക്കിംഗ് 60s എന്നൊക്കെ വിളിക്കാം. അപ്പോൾ റോറിംഗ് 40s ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്, വാണിജ്യവാദത്തിന് ഉദാഹരണമല്ല, അത് പശ്ചിമവാദങ്ങൾക്ക് ഉദാഹരണമാണ്. ഓക്കെ, ഈ ധ്രുവീയ പൂർവ്വാദങ്ങൾ എന്താണ്, ധ്രുവങ്ങളിൽ നിന്ന് മഞ്ഞു നിറഞ്ഞ മേഖലകൾ ഉച്ചമർദ്ദ കേന്ദ്രങ്ങളാണെന്ന് നിങ്ങൾക്കറിയാം. അവിടെ നിന്ന് ഉപോഷ്ണ മേഖലയെ കേന്ദ്രമാക്കി ഉപോഷ്ണ അല്ലെങ്കിൽ ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീറ്റുന്ന ഹിമക്കാറ്റുകളാണ് ധ്രുവീയവാദങ്ങൾ. കോറിയോളിസിസ് ബല നിമിത്തം ഇരു അർദ്ധഗോളങ്ങളും കിഴക്കു നിന്ന് വീശു. അതിനാൽ ഇവ ധ്രുവീയ പൂർവ്വാദങ്ങൾ എന്നാണ് വിളിക്കുക. പൂർവ്വാദങ്ങൾ എന്നാണ് വിളിക്കുക. നോക്കുക, എവിടുന്ന വീശുന്ന കിഴക്കുന്ന വീശുന്ന, അതുകൊണ്ട് തന്നെ ഇവ ധ്രുവീയ പൂർവ്വാദങ്ങൾ എന്ന് വിളിക്കുന്നു. ഇനി എന്താ പറയുള്ളത്, അടുത്താണ് ധ്രുവീയ പൂർവ്വാദങ്ങൾ, പോളാർ ഈസ്റ്റർലൈസ് എന്ന് വിളിക്കുന്നു. വടക്കേ അമേരിക്ക, വടക്കൻ യൂറോപ്പ്, റഷ്യ എന്നീ മേഖലകളിൽ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിന് ഈ കാറ്റുകൾക്ക് ഗണ്യമായ പങ്കുണ്ട്. ഏത് പോളാർ ഈസ്റ്റർലൈസ് വലിയ പങ്കെടുത്താണ് പറയുന്നത്. എവിടേക്ക്, അപ്പോൾ ധ്രുവങ്ങളിലെ മഞ്ഞു നിറഞ്ഞ മേഖലകളിൽ ഉച്ചമർദ്ദ കേന്ദ്രമാണെന്ന് നമുക്കറിയാം. അപ്പോൾ എന്താ സംഭവിക്കുക, കോറിയോളിസിസ് ബലം നിമിത്തം ഇരു അർദ്ധഗോളങ്ങളിലെയും കിഴക്കു നിന്നാണ് വീശുന്നത്. ഇതിനാൽ ഇവ ധ്രുവീയ പൂർവ്വതങ്ങൾ എന്നറിയപ്പെടുന്നു. വടക്കേ അമേരിക്ക, വടക്കൻ യൂറോപ്പ്, റഷ്യ ഇവയിലൊക്കെ കാലാവസ്ഥയെ നിർണ്ണയിക്കുന്നത് ഈ പോളാർ ഈസ്റ്റർലൈസ് ആണ്. വർഷം മുഴുവൻ ആഗോള മർദ്ദ മേഖലകൾക്ക് വീശുന്ന കാറ്റുകളാണ് ആഗോളവാദങ്ങൾ. നമുക്ക് മനസ്സിലായി. ഇനി കാലികവാദങ്ങൾ അല്ലെങ്കിൽ പീരിയോഡിക് വിൻസ് എന്ന് പറയുന്നത്, കാലികവാദങ്ങൾ എന്ന് പറഞ്ഞാൽ നിശ്ചിത ഇടവേളകളിൽ മാത്രം ആവർത്തിച്ചു കൊണ്ടുവന്ന കാറ്റുകളെയാണ് കാലികവാദങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പീരിയോഡിക് വിൻസ് എന്ന് പറയുന്നത്. നിശ്ചിത ഇടവേളകളിൽ മാത്രം ആവർത്തിച്ചു ഉണ്ടാകുന്ന കാറ്റുകളെയാണ് കാലികവാദങ്ങൾ എന്ന് വിളിക്കുന്നത്. ഋതുക്കളോ ദൈനംദിനമോ ആവർത്തിക്കുന്ന കാലികവാദങ്ങളുണ്ട്. ഋതുക്കളിൽ ആവർത്തിക്കുന്ന കാറ്റുകളാണ് ഉദാഹരണം മൺസൂൺ കാറ്റുകൾ. മൺസൂൺ കാറ്റ് ഒരു കാലികവാദകമാണ്. അറബി പണ്ഡിതനായ ഹിപ്പാലസ് ആണ് മൺസൂൺ കാറ്റുകളുടെ ഗതിമാറ്റം ആദ്യമായിട്ട് നിരീക്ഷിച്ചത്. മൗസിം എന്ന അറബി പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന പദം രൂപം കൊള്ളത്. കാലത്തിനൊത്ത് ദിശ മാറുന്ന കാറ്റുകൾ എന്നാണ് മൺസൂൺ എന്ന വാക്കിനർത്ഥം. ഒരു വർഷക്കാലയളവിനുള്ളിൽ കാറ്റിൻ്റെ ഗതി വിപരീതമാകുന്ന പ്രതിഭാസമാണ് മൺസൂൺ. അപ്പോൾ മൺസൂണിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് സൂര്യൻ്റെ അയനം എന്ന് പറഞ്ഞ സംഗതി, അതുപോലെ കോറിയോളിസിസ് പ്രഭാവം എന്ന് പറഞ്ഞ സംഗതി, തപനത്തിലെ വ്യത്യാസം എന്ന് പറഞ്ഞ തപനത്തിലെ വ്യത്യാസം. ഓക്കെ, ഇനി കാളിദാസൻ്റെ മേഘസന്ദേശം. കാളിദാസൻ്റെ മേഘസന്ദേശം എന്ന കാവ്യം യാഥാർത്ഥത്തിൽ കാലത്തിനൊത്ത ദിശ മാറുന്ന മൺസൂൺ കാറ്റുകളെ കയ്യിൽ സന്ദേശം കൊടുത്തയക്കുന്നത് എന്ന ഭാവത്തിലാണ് കാളിദാസൻ്റെ മേഘസന്ദേശം. ഓർത്തിരിക്കുക. ഇനി അച്ചുതണ്ടിൻ്റെ ചെരിവ് നിമിത്തം സൂര്യരശ്മികൾ ചില മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്കായിരിക്കും ലംബമായി പതിക്കുക. ഈ പ്രദേശങ്ങളിൽ താപനില വർദ്ധിക്കുന്ന കാരണമാകും. അപ്പോൾ ഏതൊക്കെയാണ് മൺസൂൺ രൂപം കൊള്ളുന്നതിന് കാരണമായ എന്തൊക്കെയാണ്? തപനത്തിലെ വ്യത്യാസം, കോറിയോളിസിസ് പ്രഭാവം, അതുപോലെ തന്നെ സൂര്യൻ്റെ അയനം, മർദ്ദത്തിലെ അല്ലെങ്കിൽ തപനത്തിലെ വ്യത്യാസം, കോറിയോളിസിസ് പ്രഭാവം. ഇനി ഉത്തരാർദ്ധഗോളത്തിൽ വേനൽക്കാലത്ത് മധ്യരേഖാ ന്യൂനമർദ്ദ മേഖല അല്ലെങ്കിൽ ഇൻ്റർട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ വടക്കോട്ട് നീങ്ങുമ്പോൾ തെക്കു കിഴക്കൻ വാണിജ്യവാദങ്ങൾ മധ്യരേഖ കടന്ന് വടക്കോട്ട് നീങ്ങും. മധ്യരേഖ കടന്നതോടുകൂടി തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ കോറിയോളിസിസ് പ്രഭാവം മൂലം ദിശാവ്യതിയാനം സംഭവിച്ച് തെക്കു
പടിഞ്ഞാറൻ മൺസൂൺ നിമിത്തം മൺസൂൺ കാറ്റുകളായി രൂപം കൊള്ളുന്നു. ഉയർന്ന പകൽ ചൂട് നിമിത്തം കരയുടെ മുകളിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദം സമുദ്രോപരിതലത്തിൽ വീശുന്ന ഈ കാറ്റുകൾ എങ്ങോട്ട് ആകർഷിക്കുന്നതും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ കാരണമാകുന്നു. ഉത്തരാർദ്ധഗോളത്തിലെ വൻകരകൾക്ക് മേൽ ശൈത്യകാലത്ത് ഉച്ചമർദ്ദ മേഖലകൾ രൂപം കൊള്ളുന്നതിന് ഫലമായി ഏഷ്യ വൻകരയുടെ മുകളിൽ ഉച്ചമർദ്ദവും ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിൽ ശക്തി കുറഞ്ഞ അല്ലെങ്കിൽ വടക്ക് ന്യൂനമർദ്ദവും രൂപം കൊള്ളുന്നു. ഇത് വടക്കു കിഴക്കൻ വാണിജ്യപാതങ്ങൾക്ക് കാരണം ശക്തി പ്രാപിക്കുന്നതിനിടയാകും. ഇതാണ് വടക്കു കിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ വടക്കു കിഴക്കൻ മൺസൂൺ കാറ്റുകളും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളൊക്കെ ഉണ്ടാവാനുള്ള കാര്യമാണ് അവിടെ നോക്കിയത്. ഒന്നുകൂടി നമുക്ക് പറയാം. എന്താ പറയുള്ളത്? ഉത്തരാർദ്ധഗോളത്തിൽ വൻകരകൾക്ക് മേൽ ശൈത്യകാലത്ത് ഉച്ചമർദ്ദ മേഖലകൾ രൂപം കൊള്ളുന്നു. അപ്പോൾ ശൈത്യകാലത്ത് ഉച്ചമർദ്ദമായിരിക്കും. ഫലമായി ഏഷ്യ വൻകരയ്ക്ക് മുകളിൽ ഉച്ചമർദ്ദവും ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിൽ ന്യൂനമർദ്ദവും ഉൾക്കൊള്ളുന്നു. ഇത് വടക്കു കിഴക്കൻ വാണിജ്യവാദങ്ങൾ ശക്തി പ്രാപിക്കുന്നതിന് കാരണമാകും. ഇതാണ് വടക്കു കിഴക്കൻ മൺസൂൺ കാറ്റുകൾ. ഒരു വർഷത്തിനുള്ളിൽ കാറ്റിൻ്റെ ദിശ വിപരീതമാകുന്ന മൺസൂൺ എന്ന പ്രതിഭാസം ബോധ്യമായല്ലോ. ഇനി കരക്കാറ്റും എന്താണ്? കരക്കാറ്റ് രാത്രിയും കടൽക്കാറ്റ് പകലുമാണ് ഉണ്ടാവുക. ഒരു പ്രദേശത്ത് തന്നെ രാത്രിയും പകലും അനുഭവപ്പെടുന്ന അന്തരീക്ഷ മർദ്ദം വ്യത്യാസമാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ കരയിലും കടലിലും സൂര്യതാപത്തോട് പ്രതികരിക്കുന്നത് ഒരുപോലെയല്ല. കര പെട്ടെന്ന് ചൂടാവുകയും പെട്ടെന്ന് തന്നെ തണുക്കുകയും ചെയ്യുന്നു. എന്നാൽ കടൽ സാവധാനമേ ചൂടാകുകയുള്ളൂ. ലഭിക്കുന്ന ചൂട് ഏറെ നേരം നിലനിർത്താൻ കഴിയും. ഇവിടെ നൽകിയിട്ടുണ്ട്. പകൽ സമയം കര പെട്ടെന്ന് ചൂട് പിടിക്കുന്നതിൻ്റെ ഫലമായി കരയോട് ചേർന്ന് കിടക്കുന്ന വായു ചൂടായി ഉയർന്നു. ഇത് ഈ പ്രദേശത്തെ മുകളിൽ ന്യൂനമർദ്ദം രൂപം കൊള്ളുന്നു. അപ്പോൾ കരക്കാറ്റ് രാത്രി കടൽക്കാറ്റ് പകൽ ന്യൂനമർദ്ദം കൊള്ളുന്നു കാരണമാകുന്നു. ഇപ്പോൾ താരതമ്യേന തണുത്ത വായു കടലിന് മുകളിൽ നിന്ന് തീരത്തേക്ക് വീശുന്നു. ഈ ഇളം കാറ്റുകളാണ് കടൽക്കാറ്റ് പകലാണ് ഉണ്ടാവുക. രാത്രികാലങ്ങളിൽ കടലിനെ അപേക്ഷിച്ച് പെട്ടെന്ന് തണുക്കുന്നത് മൂലം കരയുടെ മുകളിൽ ഉച്ചമർദ്ദവും കടലിന് മുകളിൽ ന്യൂനമർദ്ദവുമായിരിക്കും. അതുകൊണ്ട് തന്നെ കടലിൽ നിന്ന് കാറ്റ് വീശുന്നു. അപ്പോൾ കരക്കാറ്റ് രാത്രിയാണ്. ഇനി പർവ്വതക്കാറ്റ് താഴ്വരക്കാറ്റ്. പർവ്വതക്കാറ്റ് എപ്പോഴാണ് ഉണ്ടാവുക? പർവ്വതക്കാറ്റ് രാത്രി, താഴ്വരക്കാറ്റ് പകൽ. എന്താ സംഭവിക്കുക നോക്ക്. പകൽ സമയത്ത് പർവ്വത മുകളിലെ വായു ചൂട് പിടിച്ച് ഉയരുന്നതിനാൽ താരതമ്യേന ചൂട് കുറഞ്ഞ താഴ്വരയിൽ നിന്ന് മുകളിലേക്ക് പർവ്വതച്ചെരിയിലേക്ക്. അപ്പോൾ പകൽ സമയങ്ങളിൽ താഴെ നിന്ന് എന്താ സംഭവിക്കുക? പകൽ സമയത്ത് പർവ്വത മുകളിലെ വായു ചൂട് പിടിച്ച് ഉയർന്നതിനാൽ താരതമ്യേന ചൂട് കുറഞ്ഞ താഴ്വരയിൽ നിന്നും മുകളിലേക്ക് പർവ്വതച്ചെരിവിലൂടെ കാറ്റ് വീശുന്നു. ഇതാണ് താഴ്വരക്കാറ്റ് എപ്പോഴാണ്? താഴ്വരക്കാറ്റിൽ പകൽ. എന്നാൽ രാത്രി കാലങ്ങളിൽ പർവ്വത പ്രദേശങ്ങളിൽ നിന്ന് തണുപ്പ് മൂലം വായു തണുക്കുന്നു. അതുകൊണ്ട് വായുവിന് ഭാരം കൂടുതലായിരിക്കും. അത് താഴ്വാരത്തേക്ക് വീശുന്നു. ഇതാണ് പർവ്വതക്കാറ്റ്. ഇനി എന്താ പറയുക? പ്രാദേശിക വാദങ്ങളിൽ ലോക്കൽ വിൻസ്. മറ്റു കാറ്റുകളെ അപേക്ഷിച്ച് താരതമ്യേന ചെറിയ പ്രദേശത്തിന് മാത്രം അനുഭവപ്പെടുന്ന കാറ്റുകളാണ് പ്രാദേശിക വാദങ്ങൾ എന്നറിയപ്പെടുന്നത്. പ്രാദേശികമായ മർദ്ദവ്യതിയാനങ്ങൾക്ക് മൂലം രൂപം കൊള്ളുന്നതാണ് ഇത്തരം കാറ്റുകൾ. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരം പ്രാദേശിക വാദങ്ങളുണ്ട്. മാങ്കോ ഷവർ, കാൽബൈശാഖി എന്നിവ ഇതിനുദാഹരണമാണ്. ചിനൂക്ക്, ഹർമാറ്റൻ, ഫൺ എന്നിവ ലോകത്തിലെ മറ്റ് വിഭാഗങ്ങൾ പെടുന്നു. മറ്റ് ഭാഗങ്ങൾ കാണുന്ന ലോക്കൽ വിൻസ് ആണ്. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയിൽ കാണപ്പെടുന്ന ഒരു കാറ്റാണ്. ചെരുവിലൂടെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന കാറ്റാണ് ചിനൂക്ക്. മഞ്ഞു തിന്നുന്ന പേര് ചിനൂക്ക്. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന കാറ്റാണ് ചിനൂക്ക്. ഈ കാറ്റിൻ്റെ ഫലമായി റോക്കി പർവ്വതനിരയുടെ കിഴക്ക് ചെരുവിലൂടെ മഞ്ഞുരുകി മാറുന്നതിനാണ് ഇവയെ മഞ്ഞുതീനി എന്ന് വിളിക്കുന്നത്. ശൈത്യകാലത്ത് കാറ്റിനെ കുറിക്കുന്നതിനാൽ കനേഡിയൻ സമതലങ്ങളിൽ ഗോതമ്പ് കൃഷിക്ക് ഈ കാറ്റ് ഏറെ പ്രയോജനമാണ്. ആൽപ്സ് പർവ്വതനിര കടന്ന് വടക്കൻ താഴ്വര കടന്ന കാറ്റാണ് ഫൺ. ആൽപ്സിലാണ് ഫൺ. അതിന് എവിടെയാണ്? വടക്കേ അമേരിക്കയിലെ ചിനൂക്ക്. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയിലാണ് ചിനൂക്ക്. മഞ്ഞുതീനി ചിനൂക്ക്. ആൽപ്സ് ഫൺ. ആഫ്രിക്കയിലെ സഹാറ മരുഭൂമി നിന്ന് പടിഞ്ഞാറ് ആഫ്രിക്കയിലേക്ക് വീശുന്ന കാറ്റാണ് ഹർമാറ്റൻ. പൊതുവേ ഈർപ്പം നിറഞ്ഞ കാറ്റാണ് ഹർമാറ്റിനെ ഡോക്ടർ എന്നും വിളിപ്പേരുണ്ട്. ഈ കാറ്റ് എത്തുന്നതോടെ കാലാവസ്ഥ മെച്ചപ്പെടുന്ന ജനങ്ങൾ ഇവയെ ആഫ്രിക്കയിലെ ഹർമാറ്റൻ, ഡോക്ടർ. ലൂ എന്ന ഉഷ്ണക്കാറ്റ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്നു. ഉഷ്ണകാലത്ത് രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് വീശുന്ന ഈ കാറ്റ് ഉത്തരേന്ത്യൻ സമതലങ്ങളെ വേനലിൻ്റെ തീഷ്ണത വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു. ഇത് ലൂ. ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യൻ വീശുന്ന പ്രാദേശിക വാതകമാണ്. ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശികവാദമാണ് മാംഗോ ഷവർ. ഈ കാറ്റ് മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാകുന്നത്. ഇത് മാംഗോ ഷവറുടെ ഉത്തരേന്ത്യയിൽ കാണപ്പെടുന്ന കാറ്റാണ്. കർണാടകയിലൊക്കെ കാണുന്ന കാറ്റാണ് മാംഗോ ഷവർ. ഇവയ്ക്ക് മാംഗോ ഷവർ എന്ന് പേര് വന്നു. അസ്ഥിരവാദങ്ങൾ ചില പ്രത്യേക അന്തരീക്ഷ അവസ്ഥകളിൽ രൂപം കൊള്ളുന്നതും തികച്ചും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളോടുകൂടിയ മാറ്റമാണ് അസ്ഥിരവാദങ്ങൾ എന്ന് പറയുന്നത്.
അസ്ഥിരവാദങ്ങൾ എന്ന് പറയുന്നത് ഈ ചക്രവാതവും പ്രതിചക്രവാതവും ഒക്കെ ഇതിന് ഉദാഹരണമാണ്. ചക്രവാതങ്ങൾ എന്ന് പറഞ്ഞാൽ സൈക്ലോൺ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷ വായുവിൽ ഒരു ന്യൂനമർദ്ദ പ്രദേശവും അതിന് ചുറ്റുമായി ഒരു ഉച്ചമർദ്ദ പ്രദേശവും രൂപം കൊള്ളുന്നു. ചക്രവാതങ്ങൾ അതാണ് ചക്രവാതങ്ങൾ രൂപം കൊള്ളുന്നതിന് കാരണമാകുന്ന ഇങ്ങനെ ഒക്കെ സൃഷ്ടിക്കപ്പെടുന്ന ന്യൂനമർദ്ദ കേന്ദ്രത്തിലേക്ക് ചുറ്റുമുള്ള ഉച്ചമർദ്ദത്തിൽ നിന്നും അതിശക്തമായ കാറ്റ് വീശുന്നു. കോറിയോലിസ് പ്രഭാവത്താൽ ഉത്തരാർദ്ധഗോളത്തിൽ ചക്രവാതങ്ങൾ കാറ്റ് വീശുന്നത് എതിർ ഘടികാര ദിശയിലും ദക്ഷിണാർദ്ധഗോളത്തിൽ ഘടികാര ദിശയിലുമാണ് രൂപപ്പെടുന്നത്. കാലാവസ്ഥാ മേഖലയുടെ അടിസ്ഥാനത്തിൽ ഇവയെ ഉഷ്ണമേഖലാ ചക്രവാതങ്ങളെന്നും മിതോഷ്ണമേഖലാ ചക്രവാതമെന്നും രണ്ടായി തിരിക്കാം. ലക്ഷദ്വീപിലും കേരളത്തിലും തീരപ്രദേശിലും 2017 നവംബർ മാസത്തിൽ ആഞ്ഞടിച്ച ഓക്കി ചുഴലിക്കാറ്റ് നിങ്ങൾക്കറിയാമല്ലോ. ഓക്കി ചുഴലിക്കാറ്റും ജീവനും സ്വത്തിനും വലിയ നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ തീരങ്ങൾ വിട്ടത് ഇതൊരു ഉഷ്ണമേഖലാ ചക്രവാതം എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ന്യൂനമർദ്ദം, പുറത്ത് ചുറ്റും ഉച്ചമർദ്ദം ന്യൂനമർദ്ദം കാറ്റ് വീശുക. ഓക്കെ, ഉഷ്ണമേഖലാ പ്രദേശത്ത് പ്രത്യേകിച്ച് ഇന്ത്യൻ മഹാസമുദ്രം ഉണ്ടാകുന്ന പ്രാദേശിക മർദ്ദ വ്യതിയാനമാണ് ഉഷ്ണമേഖലാ ചക്രവാതത്തിന് കാരണമാകുന്നത്. ഇനി പ്രതിചക്രവാതങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഉച്ചമർദ്ദ കേന്ദ്രത്തിൽ നിന്നും ചുറ്റുള്ള ന്യൂനമർദ്ദ മേഖലയിലേക്ക് കാറ്റ് വീശുന്നതാണ് പ്രതിചക്രവാതം എന്ന് പറയുന്ന സംഗതി. കോറിയോലിസ് പ്രഭാവത്തിൻ്റെ ഉത്തരാർദ്ധഗോളത്തിൽ ചക്രവാതങ്ങളിൽ കാറ്റ് വീശുന്ന ഘടികാര ദിശയിലും ദക്ഷിണാർദ്ധഗോളത്തിൽ അത് എതിർ ഘടികാര ദിശയിലുമായിരിക്കും കാറ്റുകൾ. അപ്പോൾ നമ്മൾ കുറേ കാറ്റുകളെക്കുറിച്ച് പഠിച്ചു, കാര്യങ്ങൾ മനസ്സിലാക്കി. അന്തരീക്ഷം എന്ന ചലനാത്മകമാണെന്ന് മനസ്സിലായാലും വായുവിൻ്റെ ഈ നിരന്തര സഞ്ചാരത്തിന് പിന്നിലെ ചാലശക്തി സൂര്യനാണ്. സൗരോർജ്ജമില്ലാതിരുന്നെങ്കിൽ താപമില്ല, താപവ്യത്യാസമില്ല, മർദ്ദ വ്യത്യാസമില്ല, കാറ്റില്ല. ഭൗമോപരിതലം എന്ന സജീവമായി നിലനിൽക്കുന്നത് അന്തരീക്ഷ പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്ന ഈ സൂര്യൻ്റെ പങ്ക് നിസ്തുലമാണ്. പ്രകൃതിയിൽ വൈവിധ്യങ്ങളെ അടുത്തറിയാൻ ശ്രമിക്കുന്ന കൗതുകതരം മാത്രമല്ല വിജ്ഞാനപ്രദവുമാണ് ഭൂമിയെയും. അങ്ങനെ വൈവിധ്യങ്ങൾ കുറിച്ചുള്ള അന്വേഷണങ്ങൾ നിങ്ങൾ ഇനിയും തുടരാൻ കഴിയട്ടെ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു SCRT ചാപ്റ്ററാണ് നോക്കിയത്. ഒരുപാട് ഫാക്റ്റുകൾ നമ്മൾ നോക്കി. ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു ടോപ്പിക്കുമായി കാണാം. താങ്ക്